നമസ്കാരം. PSC ലേണറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള ഹിസ്റ്ററിയിലത്തെ ഫസ്റ്റ് ടോപ്പിക് ആണ്, യൂറോപ്യന്മാരുടെ വരവ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ കടന്നു വരാനായിട്ട് കാരണമായത്? കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനങ്ങളും കുരുമുളക് പോലത്തുള്ള സുഗന്ധ വ്യഞ്ജനങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂറോപ്യന്മാർക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിരുന്നു. അവർക്ക് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവര് കച്ചവടത്തിനായിട്ട് വന്നിരുന്നത്. അപ്പോ ആദ്യകാലം മുതൽ തന്നെ കേരളവുമായിട്ടും ഇന്ത്യയുമായിട്ടൊക്കെ യൂറോപ്യന്മാർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയായിരുന്നു? കരമാർഗമായിരുന്നു. കരമാർഗം എന്ന് പറയുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അത് ആക്ച്വലി യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്കുള്ള കവാടം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. അത് ഈ മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടി സൂം ചെയ്യാം. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് എന്താണ്? ഏഷ്യയിലേക്കുള്ള കവാടം. ഇതാണ് യൂറോപ്പ്. അപ്പൊ ഇതുവഴിയാണ് ഇന്ത്യയിലേക്ക് അവര് കച്ചവട ബന്ധം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ, പേർഷ്യൻസ്, അറബ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വരികയും അവർ കരമാർഗം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ സാധനങ്ങൾ അവര് മേടിക്കുകയും അത് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ വഴി യൂറോപ്പുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കച്ചവടം ചെയ്യുകയാണ് ചെയ്തിരുന്നത് ആദ്യകാലത്ത്. പക്ഷെ 1453 ഒരു സംഭവം ഉണ്ടായി. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് തുർക്കികൾ പിടിച്ചെടുത്തു. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹോർമൂസ് കടലെടുക്കൊക്കെ പോലത്തെ ഒരു സംഭവമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ അത് തുർക്കികൾ ബ്ലോക്ക് ചെയ്തോട് കൂടിയിട്ട് ഈ കച്ചവട റൂട്ട് യൂറോപ്യന്മാർക്ക് ആക്സസ് ഇല്ലാതെ. കാരണം അവര് ഇതിലൂടെ കടന്നു പോകുന്ന സാധനങ്ങൾക്ക് കൂടുതലായിട്ട് അമിതമായിട്ടുള്ള നികുതി, ലൈസൻസിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് കൂടുതലായിട്ട് ചുമത്താൻ തുടങ്ങിയപ്പോൾ യൂറോപ്യന്മാര് വേറൊരു വഴി കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അവര് അങ്ങനെ നിർബന്ധിതരായിട്ട് തീർന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് അവര് കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ള പുതിയ സാധ്യത തേടിയത്. അപ്പൊ അങ്ങനെ ആ ഒരു സാധ്യതയിലൂടെ അവര് അവിടുത്തെ സ്പെയിൻ, പോർച്ചുഗൽ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് അങ്ങനത്തെ സാങ്കേതികത, അതുപോലെ തന്നെ നാവികന്മാർക്കൊക്കെ അത്രയും പിന്തുണ നൽകി അവര് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ യൂറോപ്യന്മാർ കേരളത്തിലേക്ക് കടൽ മാർഗം വരാനായിട്ട് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിലേക്കുള്ള വഴികൾ, അതിലേക്കുള്ള വഴി നയിച്ചത് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 1453 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വീഴ്ച, അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ കരമാർഗം തടസ്സപ്പെട്ടു. കരമാർഗം വരാൻ അവർക്ക് പറ്റാതെയായി. സുഗന്ധവ്യഞ്ജനങ്ങൾ അവർക്ക് ലഭിക്കാതെയായി. സമുദ്രപാതയുടെ തെരച്ചിൽ വന്നു. അത് അവസാനം വാസ്കോഡ ഗാമയുടെ ആഗമനത്തിലേക്ക് എത്തി. അപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ തകർച്ച എന്ന് പറയുന്നത് നവോത്ഥാനത്തിന്, പുതിയൊരു റിനൈസൻസിന് വഴിവെച്ചു എന്ന് ചരിത്രകാരന്മാർ പരാമർശിക്കപ്പെടുന്നുണ്ട്. കാരണം കൂടുതലായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഇതിലേക്കും മറ്റ് കച്ചവട സാധ്യതകളിലേക്കും ഒക്കെ യൂറോപ്യന്മാർ തിരിയാൻ കാരണമായതിന് ഒന്ന് ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വീഴ്ചയാണ്. അപ്പോ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഉള്ളത് തടസ്സപ്പെട്ടപ്പോ കടൽ മാർഗം വന്നു എന്ന് പറഞ്ഞു. അപ്പൊ കടൽ മാർഗം വാസ്കോഡ ഗാമയ്ക്ക് മുമ്പ് ബെർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ആക്ച്വലി ആദ്യം പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് ഈ ഒരു റൂട്ട് വഴി വന്നിട്ടുണ്ടായിരുന്നു. ഇതുവഴി വന്നിട്ട് അദ്ദേഹത്തിന് ആഫ്രിക്കയുടെ ഈ ഭാഗം എത്തിയപ്പോ അദ്ദേഹത്തിന് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ, കാലാവസ്ഥ മോശമായി, കൊടുങ്കാറ്റ് പോലെയൊക്കെ ഉണ്ടായി, ജലം, കടലിലെ വെള്ളം അമിതമായിട്ട് ഉയർന്നു. പ്രതികൂല കാലാവസ്ഥയായപ്പോ അദ്ദേഹം വഴി അവിടെ വെച്ച് നിർത്തി തിരിച്ച്
പോർച്ചുഗലിലേക്ക് പോയി. അപ്പോ അദ്ദേഹം ഈ ഭാഗത്തിന് ഇട്ടിരുന്ന പേര് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അവിടെ എത്തിയപ്പോ ആകെ കൊടുങ്കാറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്ര നിർത്തേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം തിരിച്ച് പോർച്ചുഗലിൽ എത്തിയപ്പോ പോർച്ചുഗൽ രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഉണ്ടായത്, ആഫ്രിക്കയിലത്തെ ഒരു അറ്റത്ത് വരെ എത്തിയതായിരുന്നു, അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോ ആ പോർച്ചുഗൽ രാജാവ് പറഞ്ഞു, അത് നമുക്ക് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നുള്ള പേരല്ല, അത് നമ്മുടെ ഇന്ത്യയിലേക്കുള്ള വഴിയിൽ ഒരു നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ്, അത് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒന്നാണ്, അതുകൊണ്ട് നമുക്ക് ആ മുനമ്പിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ് ഇപ്പോ ആ ഇത് അറിയപ്പെടുന്നത്. അത് ആക്ച്വലി കണ്ടുപിടിച്ചത് ബർത്തലോമിയോ ഡയസ് എന്ന് പറഞ്ഞ നാവികനായിരുന്നു. അതിനുശേഷമാണ് ഈ ബർത്തലോമിയോ ഡയസ് വരുന്നത് 1488 അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആര് വരുന്നത്, വാസ്കോ ഡ ഗാമ ഈ ഗുഡ് ഹോപ്പ് വഴി എത്തി. അദ്ദേഹം പിന്നീടും യാത്ര തിരിച്ച് ഇന്ത്യയിലേക്ക് കാലിക്കറ്റില് കോഴിക്കോട് വന്നിറങ്ങി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി സ്ലൈഡിലേക്ക് പോകാം. 1492 ഇതുപോലെ തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ട് വന്നു. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയില്ല. അദ്ദേഹം പിന്നെ എത്തിയത് അമേരിക്കയിലായിരുന്നു. അങ്ങനെ അമേരിക്കൻ വൻകര അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ ആഫ്രിക്ക വൻകര ചുറ്റി ഗുഡ് ഹോപ്പ് മുനമ്പിൽ എത്തി. ഇന്ത്യയിലേക്ക് തന്നെ എത്തി. 1498 മെയ് 20 എന്നുള്ള ഡേറ്റ് ഓർത്തിരിക്കണം. കോഴിക്കോട് കാപ്പാട് തീരത്ത് ഇറങ്ങി. കാപ്പാട് എന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ്. അവിടെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്ത് അങ്ങനത്തെ ഒരു പഞ്ചായത്തും കൂടി ഈയിടയ്ക്ക് PSC ചോദിക്കുകയുണ്ടായി, അതും കൂടിയും ഓർത്തിരിക്കാം. പന്തലായിനി ബീച്ച്, കാപ്പാട് എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്പെസിഫൈ ചെയ്തിട്ട് PSC ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പന്തലായിനി ബീച്ച് എന്നുള്ള ആ ഒരു ഇത്. പിന്നെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികളുടെ ഒരു കാലക്രമം ഉണ്ട്. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു. അപ്പൊ അത് ഓർത്തിരിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് PDF, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇതില് ആദ്യം വന്നവരായ പോർച്ചുഗീസുകാർ തന്നെയാണ് ഒടുവിൽ മടങ്ങിയതും. പോർച്ചുഗീസുകാർ ആദ്യം വന്നു, അവര് ഇന്ത്യ വിട്ടു പോയതും ഏറ്റവും ഒടുവിലാണ്. ഇന്ത്യയിലേക്ക് വന്നത് ഏറ്റവും ഒടുവിൽ മടങ്ങിപ്പോയതും ഇവർ തന്നെയാണ്. അത് വെറുതെ മടങ്ങിപ്പോയതല്ല. 1961 ഒരു മിലിറ്ററി ഓപ്പറേഷൻ വഴിയാണ്, ഓപ്പറേഷൻ വിജയ് വഴിയാണ് ഗോവയിൽ നിന്ന് അവസാനം അവരെ ഗോവയിൽ നിന്ന് അവരെ നാട് കടത്തിയത് ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ വഴിയാണ്. വാസ്കോ ഡ ഗാമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ PYQs ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ ഓരോ വട്ടവും PSC മാറി മാറി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ലിസ്ബണിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. 1497 ജൂലൈ 8 ലിസ്ബണിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം ബൈലം എന്ന സ്ഥലത്ത്, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ബലം എന്നുള്ള സ്ഥലത്തു നിന്നാണ്. അദ്ദേഹത്തെ യാത്രയ്ക്കായി പറഞ്ഞുവിട്ട രാജാവ് മാനുവൽ ഒന്നാമനാണ്. അദ്ദേഹം കേരളത്തിലെത്തിയത് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ പഞ്ചായത്തും കൂടി അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചോദിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കുമെന്ന് അറിയില്ല. പന്തലായിനി ബീച്ച് അത്തരം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കോഴിക്കോട് അന്ന് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി ആയിരുന്നു. അപ്പൊ അദ്ദേഹം സാമൂതിരിയുടെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തെ സ്വീകരിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് സാമൂതിരി ആയിരുന്നു. പക്ഷെ സ്വീകരിച്ചു എന്ന് കരുതി അദ്ദേഹമായിട്ടുള്ള നല്ല ബന്ധം തുടർന്നൊന്നും സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഉണ്ടായിട്ടില്ല. അവര് തമ്മിൽ എപ്പോഴും ആശയപരമായ വ്യത്യാസവും എപ്പോഴും തർക്കങ്ങളും നിലനിന്നിരുന്ന ഒരു രാജവംശമായിരുന്നു സാമൂതിരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം. അപ്പൊ ഈ വാസ്കോ ഡ ഗാമ വന്നതിനെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കർ ചരിത്രകാരനാണ്. അതും PYQ ആണ്. അദ്ദേഹം 1498 എത്തി. 98 തന്നെ അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം കുരുമുളകൊക്കെ ആയിട്ട്
തിരിച്ചുപോയി. 1498 തന്നെ സാമൂതിരിയുമായിട്ടുള്ള ചില തർക്കങ്ങളും അതിന്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം വന്ന സമയത്ത് 3 കപ്പലുകളിലായിട്ടാണ് അദ്ദേഹം എത്തിയത്. അതിൽ അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ എന്ന് പറയുന്നത് സെന്റ് ഗബ്രിയേൽ ആണ്. അദ്ദേഹം സഞ്ചരിച്ച കൂടെ അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്തിട്ട് സെന്റ് റാഫേലും സെന്റ് ബെറിയോ എന്ന് പറയുന്ന കപ്പലുകളും ഉണ്ടായിരുന്നു. നമ്മൾ വാസ്കോഡ ഗാമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യം 1498 വന്നു, അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് 1502 വീണ്ടും കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതായത് അതിന്റെ ഇടയിൽ വീണ്ടും സാമൂതിരി അങ്ങനത്തെ നമ്മുടെ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളായിട്ട് യുദ്ധം വന്നു. അപ്പൊ കൂടുതൽ ഭടന്മാരെ ആവശ്യമായിട്ട് വന്നു. അപ്പൊ ആ ഒരു ഭടന്മാരെയും യുദ്ധത്തിന്റെ സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് ഗാമ രണ്ടാമതും വരുന്നുണ്ട്. അതാണ് ആക്ച്വലി 1502 അദ്ദേഹം വരുന്നത്. ആ വന്നതിനോടനുബന്ധിച്ചും അവിടെ നമുക്ക് സാമൂതിരികളായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു. പോർച്ചുഗീസും സാമൂതിരിയായിട്ട് യുദ്ധം നിലനിന്നിരുന്നു ആ സമയത്തും. അറബ് വ്യാപാരികൾ, അപ്പൊ ഈ യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് അറബ് വ്യാപാരികൾ നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പൊ അവരെ പുറത്താക്കിയിട്ട് പോർച്ചുഗീസുകാർക്ക് തന്നെ ഒരു ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ള മൈൻഡിലേക്ക് അവരെത്തി. അപ്പോ അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളൊക്കെയാണ് സാമൂതിരിയുമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത് വഴങ്ങാത്തതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ കൊച്ചിയിലുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാമൂതിരി എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗമാണ്, മലബാർ ഭാഗമാണ്. കൊച്ചിയുമായിട്ട് അപ്പൊ അവര് പോർച്ചുഗീസുകാര് സഖ്യം ഉണ്ടാക്കി. ഈ സാമൂതിരി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്ന ഒരു അവസരത്തില് അദ്ദേഹം വീണ്ടും പിന്നെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് അദ്ദേഹം മൂന്നാമത് വരുന്നത് 1524. ഇപ്പൊ പോർച്ചുഗീസ് വൈസ്രോയി എന്നൊക്കെ പറയുമ്പോൾ വെറും കച്ചവടത്തിന് മാത്രമായി വന്നിരുന്ന പോർച്ചുഗീസുകാര് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വൈസ്രോയി എന്ന് പറയുന്നത് പോർച്ചുഗീസ് രാജാവിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. അപ്പോ ആദ്യം വന്നതിന് ശേഷം കൃത്യമായി പറഞ്ഞ ഒരു 1500കളുടെ തുടക്കത്തിൽ 1505 മുതലൊക്കെ തന്നെ കേരളത്തിൽ പോർച്ചുഗീസിന്റെ വൈസ്രോയിമാരുണ്ടായി. എന്നുവെച്ചാൽ കൃത്യമായി അവര് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. കച്ചവടം മാറി, കച്ചവടം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അത് നമ്മൾ വഴിയെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് ഇവിടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ വൈസ്രോയി ആയിട്ട് അദ്ദേഹം വരുന്നത് 1524 പക്ഷെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അദ്ദേഹമല്ല, ഫ്രാൻസിസ് ഡി അൽമേഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അദ്ദേഹം ആ മൂന്നാമത്തെ വരയിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഡിസംബർ 24, 1524 ഡിസംബർ 24 അദ്ദേഹം മരണപ്പെട്ടു. കൊച്ചിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ആദ്യം അദ്ദേഹത്തെ അടക്കം ചെയ്തു. പിന്നീട് ലിസ്ബണിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി. ഓക്കെ, അപ്പോ 1498 വാസ്കോഡ ഗാമ വന്ന് തിരിച്ചു പോയതിനു ശേഷം 1500 അൽവാരിസ് കബ്ര എന്ന് പറയുന്ന ഒരു നാവികൻ, പോർച്ചുഗീസ് നാവികൻ തന്നെ കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം കോഴിക്കോട് തന്നെയാണ് എത്തിച്ചേർന്നത്. അദ്ദേഹം പിന്നെ കോഴിക്കോട്ടെ സുഗന്ധവ്യഞ്ജന വ്യാപാരം കൈയടക്കാൻ കബ്രാൾ ശ്രമിച്ചപ്പോൾ അറബ് വ്യാപാരികളും അതുപോലെ തന്നെ എതിർത്തു. ഈ പറഞ്ഞ പോലെ സാമൂതിരിയായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു അവസരം വാസ്കോഡ ഗാമയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഇദ്ദേഹം വന്നപ്പോൾ 1500 വന്നു. അറബ് വ്യാപാരികളെ അദ്ദേഹം എതിർക്കാൻ പുറത്താക്കിയിട്ട് വ്യാപാരത്തിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അറബ് വ്യാപാരികൾ അത് എതിർത്തു. അപ്പൊ അതും പിന്നെ ഈ പറയുന്ന സാമൂതിരിയായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ 1500 കഴിഞ്ഞ് 1502 ഗാമ വരുമ്പോഴാണ് ആ യുദ്ധം അപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമൂതിരിയായിട്ട് ഒട്ടുമിക്ക സമയത്തും പോർച്ചുഗീസുകാർക്ക് എന്തുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം, യുദ്ധം അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ കലാപം അവസ്ഥ എപ്പോഴും ഉണ്ടായിരുന്നു ഒരുവിധം സമയത്തൊക്കെ. അവസാനമായപ്പോ അതില് മാറ്റങ്ങൾ വരുന്നുണ്ട്.
പിന്നെ പോർച്ചുഗീസ് വൈസ്രോയിമാരും അവരെടുത്തിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഭരണ നയങ്ങളുമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം 1505 മുതൽ 1509 വരെയാണ്. അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചിയാണ്. ഞാൻ പറഞ്ഞു, സാമൂതിരിയായിട്ട് പോർച്ചുഗീസുകാർക്ക് അത്ര നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചില്ല. അപ്പൊ അവർ കൊച്ചിയുമായി സഖ്യം ഉണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവരുടെ ആദ്യത്തെ ഭരണ തലസ്ഥാനം കൊച്ചിയായിരുന്നു പോർച്ചുഗീസുകാരുടെ. അദ്ദേഹം നടപ്പാക്കിയ ഒരു പോളിസിയാണ് നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി. എന്തായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവര് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു നയമായിരുന്നു. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലമാർഗമുള്ള കച്ചവടം, കപ്പലുകൾ, അങ്ങനത്തെ ഇതിലൊക്കെ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കുക. അതായത് പോർച്ചുഗീസുകാരെ അറിയാതെ ആരും ഇന്ത്യൻ മഹാസമുദ്രത്തില് ലൂടെ ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല, ഞങ്ങൾ വഴി നിങ്ങൾ കച്ചവടം ചെയ്യാൻ വന്നാൽ മതി എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് നടപ്പിലാക്കിയ ഒരു നയമാണ് ബ്ലൂ വാട്ടർ പോളിസി, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇത് ഒരുപാട് തവണ PYK ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തതായിട്ട് ഒരു ദിയു യുദ്ധം ഉണ്ടായിരുന്നു. ഗുജറാത്ത് സുൽത്താൻ, ഈജിപ്ത്, സാമൂതിരി എന്നിവരുടെ സംയുക്ത നാവികപ്പടയെ പോർച്ചുഗീസ് പട പരാജയപ്പെടുത്തി കടലിലെ ആധിപത്യം ഉറപ്പിച്ചു. അപ്പൊ ഈ കടലിലെ ആധിപത്യം പോർച്ചുഗീസുകാർ നീലജല നയം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു നാവികപ്പട വന്നിരുന്നു. അവരെയും പോർച്ചുഗീസ് പട എന്ത് ചെയ്തു? പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്ന വൈസ്രോയി ആയിരുന്നു. അടുത്ത വൈസ്രോയി എന്ന് പറയുന്നത് അൽബുക്കുർക്ക് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 1509 മുതൽ 1515 വരെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു. അതായത് അൽമേഡയ്ക്ക് ശേഷം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹം വൈസ്രോയി ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വൈസ്രോയി ആയത് 1509 മാത്രമാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കുർക്കാണ്. ഫസ്റ്റ് വൈസ്രോയി അൽമേഡ ആണെങ്കിൽ പോലും പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കുർക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ വൈസ്രോയാണ്. അദ്ദേഹം 1510 ഗോവ പിടിച്ചെടുത്തു. ബിജാപ്പൂർ സുൽത്താനായ ഇസ്മായിൽ ആദിൽ ഷായിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഗോവ കൂടി പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പോ ഇന്ത്യയുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി ഇദ്ദേഹം. അത് ആക്ച്വലി 1530 അല്ല, 1510 തന്നെയാണ്. ഇതൊരു മിസ്റ്റേക്ക് ആണ്, കറക്റ്റ് ചെയ്യണം. അദ്ദേഹം 1510 ഗോവ പിടിച്ചെടുത്തു. അതേ 1510 തന്നെ എന്ത് ചെയ്തു? കൊച്ചിയിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം എന്ത് ചെയ്തു? ഗോവയിലേക്ക് അദ്ദേഹം മാറ്റി സ്ഥാപിച്ചു. അതുപോലെ തന്നെ കാർട്ടസ് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് നീലജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അൽമേഡ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി വിപുലീകരിച്ച ഒരു സംഘടിത രൂപത്തിൽ നിയമങ്ങളൊക്കെ എഴുതി കുറച്ചും കൂടി വിപുലീകരിച്ച സമ്പ്രദായം ആയിട്ടത് നടപ്പിലാക്കിയത് അൽബുക്കുർക്കായിരുന്നു എന്ന് മാത്രം. അപ്പൊ എന്ന് പറയുന്നത് കപ്പലുകള് അനുമതി പത്രം മേടിക്കണം. അപ്പൊ അനുമതി പത്രത്തില് കപ്പലിൽ ആരൊക്കെ ഉണ്ട്, അവരെന്ത് മേടിക്കാനാണ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അങ്ങനത്തെ ഒരു അനുമതി പത്രം, പാസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം, കാർട്ടസ് സമ്പ്രദായം ഈ അൽബുക്കുർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിവാഹ നയമുണ്ട്. അതായത് ഒരു മിശ്ര കോളനി വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ഇപ്പൊ അവിടെ ഒരു പോർച്ചുഗീസ് പട്ടാളക്കാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരോട് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവരുമായിട്ടുള്ള ഒരു കോളനി സൃഷ്ടിക്കാൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു നയമായിരുന്നു അത്. നമ്മുടെ അൽബുക്കുർക്ക് കൊണ്ടുവന്ന ഒരു നയമാണ്. അതേപോലെ തന്നെ സതി നിരോധിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി സമ്പ്രദായം ഇദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ
ആദ്യത്തെ യൂറോപ്യൻ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ അത് അൽബുക്കുർക്കിന്റെ സമയത്താണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് വൈസ്രോയി നുനോഡ് കുൻഹ എന്ന് പറയുന്ന വൈസ്രോയി ആണ്. ഇംഗ്ലീഷ് വേർഡ് നോക്കിയാൽ മതി. അദ്ദേഹം ഗുജറാത്തിലെ ബഹദൂർഷായിൽ നിന്ന് ബെസ്സൈ, ദിയു എന്നിവ വീണ്ടും തിരിച്ചുപിടിച്ചു. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല ബാക്കി രണ്ട് വൈസ്രോയികളെ അപേക്ഷിച്ച് നോക്കുമ്പോ, എങ്കിലും ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അന്റോണിയോ വാസല്ലോ ഇ സിൽവ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ അഥവാ വൈസ്രോയി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ പോർച്ചുഗീസുകാരും വൈസ്രോയികളും തമ്മിലുള്ള ആ ഒരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞു. ഏറെക്കുറെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാതും തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് നോക്കണം. ഇനി പോർച്ചുഗീസുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ വരവിന്റെ ഭാഗമായിട്ട്, അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കോട്ടകൾ കേരളത്തിൽ പണിതിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർട്ട്സ് ആണിത്. ഫോർട്ട് മാനുവൽ അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട അറിയപ്പെടുന്ന കോട്ടയാണിത്. അങ്ങനെ കുറച്ച് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഫോർട്ട് മാനുവൽ. അതിന്റെ പ്രത്യേകത എന്താ? യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ്. യൂറോപ്യന്മാര് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ കോട്ട. അത് അൽബുക്കുർക്കിന്റെ ടൈമിലാണ്, അദ്ദേഹമാണ് പണിതത് ഈ ഫസ്റ്റ് കോട്ട. ആ സ്ഥലം ഫോർട്ട് കൊച്ചിയിലാണ് ഈ ഫോർട്ട് ഇമ്മാനുവൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട 1505 പോർച്ചുഗീസുകാർ പണിതു. അത് ഫ്രാൻസിസ് ടി അൽമയുടെ വൈസ്രോയി ആയിരുന്ന കാലഘട്ടത്തിലാണ്. 1505 ആണല്ലോ അദ്ദേഹം. അതുപോലെ തന്നെ ചാലിയം കോട്ട ഇമ്പോർട്ടന്റ് ആണ്. 1531 സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിവെച്ച പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ്. ഇത് പിന്നീട് നമ്മുടെ കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ പടയാളികളും അദ്ദേഹവും ചേർന്നിട്ട് ഇത് തകർക്കുകയുണ്ടായി. പിന്നെ ഒരു കോട്ടപ്പുറം കോട്ടയുണ്ട് 1523 തൃശ്ശൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരില്. അദ്ദേഹം പോർച്ചുഗീസുകാര് പണിതിട്ടുള്ള കോട്ടയാണ്. പിന്നെ കൊല്ലത്തും ഒരു കോട്ടയുണ്ട്, തങ്കശ്ശേരി കോട്ട 1518 കൊല്ലത്ത് വ്യാപാര സംരക്ഷണത്തിനായിട്ട് നിർമ്മിച്ചു. അപ്പൊ ആദ്യത്തെ കോട്ട ഏതായിരുന്നു? മാനുവൽ കോട്ട. അത് കഴിഞ്ഞ സെന്റ് ആഞ്ചലോസ് കോട്ട 1503 അതുപോലെ തന്നെ 1505. പിന്നെ ചാലിയം കോട്ട 1531. പിന്നെ വരുന്നത് കോട്ടപ്പുറം കോട്ടയാണ്. അത് 1523 ആദ്യത്തെ 3 കോട്ടകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൊല്ലത്തുള്ള കോട്ട തങ്കശ്ശേരി കോട്ട 1518. ഇനി പറഞ്ഞ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അറബി കാവ്യം ഉണ്ടായിരുന്നു. ഗാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യം ഫത്തുഹുൽ മുബീൻ. ഏത്? ഈ ചാലിയം കോട്ട നമ്മുടെ കുഞ്ഞാലി മരക്കാര് എന്ത് ചെയ്തു? തകർത്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ അതിന്റെ ഒരു പശ്ചാത്തലത്തില് ഗാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ. അതുപോലെ തന്നെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ്. ഇവിടെ ഒരു ഫത്തുലിന്റെ ഒപ്പം ഒരു തുജ്ജം കൂടി ഇട്ടുകൊടുക്കുക, തുഹും കൂടി ഇട്ടുകൊടുക്കുക. തുഹുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. മറ്റേത് ഫത്തുൽ മുബീൻ ഗാസി മുഹമ്മദും. ഇത് ഷെയ്ഖ് സൈനുദ്ദീൻ തുഹഫത്തുൽ മുജാഹിദീൻ. അപ്പൊ ഈ കുഞ്ഞാലി മരക്കാറ് ശരിക്കും സാമൂതിരിയുടെ നാവികസേനയുടെ തലവനായിരുന്നു. അദ്ദേഹം നമ്മുടെ അറബിക്കടലിന്റെ നമ്മുടെ തനതായിട്ടുള്ള ഒരു നാവികസേന എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, മികവ് കാട്ടിയിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ നാവികസേന അവരുടെ ഒരു പരിശീലന കേന്ദ്രത്തിന് കുഞ്ഞാലി INS കുഞ്ഞാലി എന്ന് പേര് നൽകിയിട്ടുണ്ട്. ഒരു സ്മരണാർത്ഥം, ബഹുമാനാർത്ഥം കൊടുത്തിട്ടുള്ളതാണ്. അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി എന്ന് പറയുന്നത് അവര് ഒരുപാട് പേരുണ്ട്. ഒന്നാമുണ്ട്, രണ്ടാമുണ്ട്, പട്ടുമരക്കാറുണ്ട്, കുഞ്ഞാലി മരക്കാർ മൂന്നാമനുണ്ട്, നാലാമനുണ്ട്. അപ്പൊ മരക്കാർ എന്ന് പറയുന്നത്, കുഞ്ഞാലി എന്ന് പറയുന്നത് എന്താണ്? ഒരു വിളിപ്പേര് പോലെയാണ് എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ സ്മരണാർത്ഥം ഇന്ത്യൻ നാവികസേന അവരുടെ ഒരു പരിശീലന കേന്ദ്രത്തിന് കുഞ്ഞാലി എന്നുള്ള ഒരു പേര് ഇട്ടിട്ടുണ്ട്.
അപ്പൊ തന്നെ പോർച്ചുഗീസുകാർ കേരളത്തിലെ രാജാക്കന്മാരായിട്ട് നടത്തിയിട്ടുള്ള സന്ധികളിൽ ഇമ്പോർട്ടന്റ് ആണ്. കണ്ണൂർ സന്ധി 1513 നടത്തി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലായിരുന്നു. അതുപോലെ തന്നെ 1540 പൊന്നാനി സന്ധിയും ഉണ്ടായിട്ടുണ്ട്. അതും പോർച്ചുഗീസുകാര് നടത്തിയിട്ടുള്ള ഒരു സന്ധിയാണ്. പിന്നെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ, ദാമൻ, ദിയു എന്നിവയാണ്. ഈ ദാമൻ, ദിയും ഒക്കെ ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. അത് പോർച്ചുഗീസ് കോളനികളായിരുന്ന സ്ഥലമായിരുന്നു. ഗോവയിൽ നിന്ന് പിന്നെ അവരെ നമ്മൾ ഓടിച്ചു. അവസാനമായിട്ട് ഗോവയിൽ നിന്നാണ് അവരെ നമ്മൾ മാറ്റിയത്. അത് 1961 ഓപ്പറേഷൻ വിജയ് നമ്മൾ പറഞ്ഞതാണ്. ഇനി സംഭാവനകൾ. പോർച്ചുഗീസുകാര് നമുക്ക് കേരളത്തിന് നൽകിയ സംഭാവനകൾ. ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചു ഗോവയിൽ 1556. അതുപോലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ സ്ഥാപിച്ചു. ചവിട്ട് നാടകം ക്രിസ്ത്യൻസിന്റെ പാരമ്പര്യ ഉള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, കശുമാവ് എന്നൊക്കെ പറയും, പറങ്കിമാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഗോത്തിക് വാസ്തുവിദ്യ ശൈലി, അതായത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പോർച്ചുഗീസ് മാതൃകയാണ്. അപ്പൊ അത് അവരുടെ ഒരു സംഭാവനയാണ്. പിന്നെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ലേലം, ഫാക്ടറി, ജനൽ, വിജാഗിരി, മേശ, കസാര, വികാരി. വികാരി എന്നൊക്കെ പറയുന്നത് പള്ളിയിലെ വികാരി എന്നുള്ള ടേംസ് കേട്ടിട്ടുണ്ടാവും, റെക്ടർ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോർച്ചുഗീസ് ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ യൂറോപ്യന്മാരുടെ ആഗമനത്തിലെ ആദ്യത്തെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകള് നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് എല്ലാവരും പഠിക്കുക. അതിപ്പോ നമ്മൾ വരാനുണ്ടായ സാഹചര്യം മുതൽ നോക്കിയിട്ടുണ്ട്. കരമാർഗം തടസ്സപ്പെട്ടു. അപ്പോ ജലമാർഗം അന്വേഷിച്ചു. അങ്ങനെ എത്തിയത് ബർത്തലോമിയോ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തി, മടങ്ങിപ്പോയി. പിന്നീട് വാസ്കോഡഗാമ വന്നു 1698 മെയ് 20. അദ്ദേഹം ആ വർഷം തന്നെ തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് 1502 ഉണ്ടായി. മൂന്നാം വരവ് 1524 വൈസ്രോയി ആയിട്ട്. പിന്നെ കബ്രാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം 1500 കോഴിക്കോട് എത്തി. അതിനുശേഷം ഫ്രാൻസിസ് ഡി അൽമേഡ 1505 മുതൽ 1509 വരെ ഫസ്റ്റ് വൈസ്രോയി. അദ്ദേഹം നീല ജലനയം, ബ്ലൂ വാട്ടർ പോളിസി, അതുപോലെ തന്നെ ദിയു യുദ്ധം. രണ്ടാമത്തെ വൈസ്രോയി അൽബുക്കർക്ക് അദ്ദേഹം യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ഗോവ പിടിച്ചെടുത്തു. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി. അത് 1510 ഓർത്തിരിക്കാം. പിന്നെ കാട്ട സമ്പ്രദായം അൽമേഡ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വിപുലീകരിച്ച ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചത് അൽബുക്കർക്ക് വൈസ്രോയി ആയിരുന്ന സമയത്താണ്. അതുപോലെ തന്നെ മിശ്ര കോളനി വിവാഹ നയം, അതുപോലെ തന്നെ സതി നിരോധിച്ചു. ആ പോയിന്റ് ഓർത്തിരിക്കാം. പിന്നെ മൂന്നാമത്തെ അല്ല, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈസ്രോയി ആണ് നുനോഡോ കുൻഹ. 1529 1538 അദ്ദേഹത്തിന്റെ സമയം. പിന്നെ അവസാനത്തെ ആള് അന്റോണിയോ വാസല്ലോ ഇ സിൽവ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം നമ്മുടെ കോട്ടകൾ പഠിച്ചു. ഫോർട്ട് മാനുവല്, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻകോട്ട, കൊച്ചിക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് 1503. പിന്നെ സെന്റ് ആഞ്ചലോ കോട്ട 1505 കണ്ണൂരിലാണ്. അൽമേഡ നിർമ്മിച്ചു. ആദ്യത്തെ കോട്ട നിർമ്മിച്ചത് അൽബക്കുർക്കാണ്. അതുപോലെ തന്നെ ചാലിയം കോട്ട 1531. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അത് തകർത്തിട്ടുണ്ട്. പിന്നെ കോട്ടപ്പുറം കോട്ട എവിടെ? തൃശ്ശൂരില്. പോർച്ചുഗീസുകാർ തൃശ്ശൂരിൽ സ്ഥാപിച്ച ഒരു കോട്ടയാണ് കോട്ടപ്പുറം കോട്ട 1523. പിന്നെ കൊല്ലത്ത് ഒരെണ്ണം കൂടി ഉണ്ട്, തങ്കശ്ശേരി കോട്ട അല്ലെങ്കിൽ ഫോർട്ട് ഓഫ് സെന്റ് തോമസ് എന്നും കൂടി അത് അറിയപ്പെടുന്നുണ്ട്. കൊല്ലത്തെ വ്യാപാര സംരക്ഷണത്തിനായിട്ട് നിർമ്മിച്ചത്. പിന്നെ രണ്ട് കൃതികൾ നമ്മൾ പഠിച്ചു. ഫത്തുൽ മുബീൻ ഗാസി മുഹമ്മദിന്റെയും അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീന്റെയും തുജഫത്തുൽ മുജാഹിദീൻ. പിന്നെ ഈ പറഞ്ഞ പോലെ INS കുഞ്ഞാലി, മുംബൈ സന്ധികള്, സംഭാവനകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു ക്ലാസ് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക് യു.